ലോകത്തുള്ള എല്ലാ ഓട്ടോക്കാർക്കും അപ്പൊ ഇനിയുള്ള കാലം നീ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചല്ലേ? എന്തായാലും പഠിച്ച ജോലിയൊന്നും കിട്ടാൻ പോലില്ല. 10 വർഷം കഴിയുമ്പോൾ ഒരു എമൗണ്ട് രതീശനായി കൊടുക്കാം, ഞാൻ കൊടുക്കുന്നു. പിന്നെ വേണം വേണം വേണം. എന്ത് വള്ളിയിൽ പിടിക്കാൻ പോകുന്നത് ദൈവത്തിന് അറിയാം. ഹായ് ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൻ്റെ പുതിയ പ്രമോ എത്തിയിട്ടുണ്ട്. ഒരു പൊളി പ്രമോയാണ്. നമ്മുടെ കേശു ഓട്ടോ ഡ്രൈവറായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിലെ കഥ. എന്തായാലും ഒരു ഓട്ടോയിൽ വന്നിറങ്ങി അടിപൊളി നമ്മുടെ രജനീകാന്തിൻ്റെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ ഓട്ടോക്കാർക്കും വണക്കം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കണ്ട് നമ്മുടെ അക്ക കേശു സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് നിൽക്കുന്ന നമ്മുടെ ഭവാനി അമ്മയ്ക്കും സിദ്ധുവിനും ലച്ചുവിനും നമ്മുടെ അമ്മായിക്കൊക്കെ ആകെപ്പാട് ടെൻഷനായി. അപ്പം സിദ്ധു പറയുന്നുണ്ട്, നീ ഇനിയുള്ള കാലം ഓട്ടോയൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നോളുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആകെപ്പാട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. ലച്ചുവൊക്കെ വായും പൊളിച്ചാണ് നിൽക്കുന്നത് കേശുവിൻ്റെ ഈ ഓട്ടോ സ്റ്റൈലൊക്കെ കണ്ടിട്ട്. അപ്പം കേശു മിക്കവാറും നമ്മുടെ രമേശ് ചേട്ടന് പൈസ കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത ഓട്ടോ ആയിരിക്കും. നമ്മുടെ അമ്മായിയൊക്കെ കേശുവിനെ ശരിക്ക് കളിയാക്കുന്നുണ്ട്. പഠിച്ചതിനൊന്നും ഇനി ജോലി കിട്ടാനൊന്നും പോകുന്നില്ല, നീ ഓട്ടോ ഓടിച്ചൊക്കെ ജീവിക്കട കേശു എന്നൊക്കെ പറഞ്ഞ് കേശുവിനെ അമ്മായിയൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട് നന്നായിട്ടും. അപ്പം നമ്മളെ കേശു പറയുകയാണ്, ഒരു 10 ദിവസം കൂടുമ്പോൾ നല്ലൊരു എമൗണ്ട് വെച്ച് ഞാൻ നമ്മുടെ രമേശ് ചേട്ടന് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ട് ലച്ചു പറയുകയാണ്, കൊടുക്കണം, വേറെ ഒന്നുമില്ല, കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ആകെപ്പാട് ഒരു വണ്ടടിച്ച് നിൽക്കുകയാണ്. കേശുവിൻ്റെ ഈ ആരംഭശൂരത്തെ ഇവർക്കൊക്കെ അറിയാമല്ലോ. ഭവാനിയമ്മ പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസമൊക്കെ അവൻ ഓട്ടോയിൽ തന്നെ ആയിരിക്കും, ഊണും ഉറക്കവും എല്ലാം എന്ന് ഭവാനിയമ്മ അടിച്ചു വിടുന്നുണ്ട്. അവർക്കൊക്കെ അറിയാമല്ലോ കേശു എങ്ങനെയാണെന്നുള്ളത്. കേശു ഓരോ പദ്ധതികളും പ്ലാനുമായിട്ട് വരും, 2 ദിവസം കഴിയുമ്പോൾ അത് അടച്ചു പൂട്ടിപ്പോകും. അവർക്കതൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇനി ഓട്ടോയിൽ കയറുന്ന ആൾക്കാരുടെയൊക്കെ കാര്യം ആലോചിച്ചിട്ടാണ് അവർക്ക് ടെൻഷനെന്ന് തോന്നുന്നത്. ലച്ചുവിനൊക്കെ വെച്ചുകൊണ്ട് ഓട്ടോ ഇട്ടൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ലച്ചു ആണെന്ന് അറിയത്തില്ല, ആദ്യത്തെ കസ്റ്റമർ ഒരു ഓട്ടം വിളിച്ചുകൊണ്ടൊക്കെ പോകുന്ന കാണുന്നുണ്ട് ലച്ചു. എന്താവുമോ എന്തോ. എന്തായാലും ഒപ്പം പാറമട വീട്ടിലെ എല്ലാവർക്കും കേശുവിൻ്റെ കളികൾ കണ്ടിട്ട് ആകപ്പാട് ഒരു കൺഫ്യൂഷനാണ്. ഇതെവിടെ എത്തി നിൽക്കുമെന്നൊക്കെ അവരിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം, എപ്പിസോഡ് കണ്ട് നോക്കാം. എപ്പിസോഡ് നല്ല പൊളി വൈബാകാനുള്ള ഒരു കോമഡി ട്രാക്കാണ് പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും എപ്പിസോഡ് കാണുക, എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് വിലയിരുത്താം. എന്തായാലും കേശുവിൻ്റെ പദ്ധതികളൊക്കെ എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല. അവസാനം ലാസ്റ്റ് ഒരു ഓടി വരലുണ്ട്. കേശു ഷർട്ടൊക്കെ ഊരി പിടിച്ച് തലയെ പിടിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. എന്താ വല്ലരും പട്ടിയിട്ട് ഓടിച്ചാണോ അതോ ഇനി വേറെ വല്ലരും പുറകിട്ട് ഓടിച്ചാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും കണ്ട് നോക്കാം. കേശുവാണല്ലോ താരം. കേശു എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കും അറിയത്തില്ല. അച്ഛൻ്റെ സ്വഭാവമാണ് എല്ലാവർക്കും എന്നാണ് കേശുവിനെന്നാണ് അവിടെ മൊത്തം പാറമുള വീട്ടിൽ ഉപ്പുമുള വീട്ടിലെല്ലാവരും പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. അത് തന്നെ ആയിരിക്കും കേശു അവസാനം കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും എപ്പിസോഡ് വരെ നമുക്ക് നോക്കാം. എപ്പിസോഡ്